ഇന്ന് നമ്മുടെ നാട്ടിലെ അറഫയുടെ ദിവസമാണ്. അറഫയുടെ ദിവസം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെയൊക്കെ സംസാരങ്ങളിൽ പറഞ്ഞിരുന്നു, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു അടിമ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഖൈറായ പ്രാർത്ഥന, ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ദുആ അത് അറഫയുടെ ദിവസത്തെ ദുആയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ്. ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫയുടെ ദിവസമാണ്. ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലും ഒരാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ വെള്ളിയാഴ്ചയുടെ ദിവസമാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു വന്ന ഒരു ഭാഗ്യം അല്ലാഹു തആല നമ്മൾക്ക് നൽകി. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ദിവസത്തെ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. മഹാനരായ സയ്യിദുനാ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അറഫയുടെ ദിവസം ഒരാൾ അയാളുടെ കാഴ്ചയെ, കേൾവിയെ, നാവിനെ നിയന്ത്രിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നത്തെ സുബഹിന്റെ ക്ലാസ്സിൽ ഞാൻ ആ ഹദീസ് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരാൾ അയാളുടെ നാവിനെയും അയാളുടെ കേൾവിയെയും അയാളുടെ കാഴ്ചയെയും അറഫ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൊരുത്തമല്ലാത്ത വഴിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറിയാൽ ഗുഫിറ ലഹു, അവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഭൂമിയിൽ അല്ലാഹു തആല ഇങ്ങനെ പ്രത്യേകമായ ചില അവസരങ്ങൾ വെച്ചിട്ടുള്ളത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത്തരം അവസരങ്ങളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിമാന്മാരായി നമ്മൾ മാറണം. അറഫയുടെ ദിവസം, ആ ദിവസം ഓരോ നാടുകളിലെയും ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് ആ നാടുകളിൽ ആരാധനാക്രമങ്ങൾ തീരുമാനിക്കുന്നത്. പല ആളുകളും വിചാരിച്ചിട്ടുണ്ടാകും, ഇന്നലെയല്ലേ അറഫ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനെത്തിയ ആളുകളൊക്കെ ഇന്നലെയല്ലേ അറഫയിൽ സംഗമിച്ചത്, അപ്പൊ നമുക്ക് ഇന്നലെ ആകണ്ടേ അറഫ. ആ ചിന്ത പല ആളുകളുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ നാടുകളിലെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ആരാധനാക്രമങ്ങളുള്ളത്. നമ്മുടെ സുബഹി മക്കയിലെ സുബഹിയുടെ സമയത്തല്ല, നമ്മുടെ നാട്ടിലെ സൂര്യോദയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആരാധനാക്രമങ്ങൾ നിർണയിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ളുഹർ, അത് സൗദിയിലെ മക്കാ മുക്കറമയിലെ ളുഹർ നിസ്കാരത്തിന്റെ സമയത്തല്ല. നമ്മുടെ നാട്ടിലെ നോമ്പ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചന്ദ്രോദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർണയിക്കപ്പെടുന്നത്. അതാണ് ബുദ്ധിയും യുക്തിയും. പരിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ മതമാണ്. അതിനൊരു പോറലും ഒരു കോട്ടവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് നമ്മെ പഠിപ്പിച്ചത്. ഓരോ നാട്ടിലെയും ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചല്ല ആരാധനാക്രമങ്ങൾ രൂപപ്പെടുന്നതെങ്കിൽ, സൗദിയിലെ സുബഹിയുടെ സമയത്ത് നമ്മൾ സുബഹി നിസ്കരിക്കാൻ നിന്നാ നമ്മുടെ സുബഹി ഖളാ ആയിട്ടുണ്ടാവും. നമ്മളെക്കാൾ 2.5 മണിക്കൂർ പിന്നിലാണ് സൗദി അറേബ്യയിലെ സമയമുള്ളത്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അറഫയുടെ നോമ്പ് പിടിക്കുന്നയാളിന് യുക്കഫിറു സനതൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനുള്ള ഒരു കൊല്ലത്തെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമെന്നല്ലേ? അറഫ ദിവസം ഓരോ നാടുകളിലും എന്നാണോ ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് പിടിക്കുമ്പോഴാണ് ഈ പ്രതിഫലം കിട്ടുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സൗദിയുടെ അറഫയിലെ സമയമാകുമ്പോ ലോകത്തിന്റെ മറുഭാഗത്ത് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് മറ്റൊരു ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. സൗദിയിലെ സമയം ഇപ്പോൾ 10:15 ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യം അതിനേക്കാൾ 7 മണിക്കൂർ മുന്നിലാണ്. രാത്രി അവിടെ സമയം 7 മണിയോ 6:45 ആയിട്ടുണ്ടാകും. അതായത് അറഫയുടെ പകൽ സൗദിയിൽ എപ്പോഴാണോ അതിനനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടതെങ്കിൽ ആ നോമ്പ് ന്യൂസിലൻഡിലുള്ള മനുഷ്യർക്ക് കിട്ടുകയില്ല. അടുത്ത ദിവസമായി പോയി. ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ട്. സൗദിയിൽ രാവിലെ 10 മണിയാകുമ്പോൾ അമേരിക്കക്കാരന് നേരം വെളുത്തിട്ട് പോലുമില്ല, 3 മണിയായിട്ടുണ്ടാവുള്ളൂ.
അറഫയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയുടെ നേരം എപ്പോഴാണ്? അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അല്ലാഹു തആല നമുക്കതിലൊക്കെ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, സൗദിയിൽ അസ്ർ കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രത്യേകമായ പ്രാർത്ഥന നടക്കുന്ന നേരമാകുമ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ നോമ്പ് തുറന്നിട്ടുണ്ടാകും, മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്, യുക്തിയുടെ മതമാണ്. നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരെത്ര വലിയ യുക്തിപരമായിട്ടാണ് ഈ ദീനിനെ അവതരിപ്പിച്ചത്. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് അന്നത്തെ അല്ലേ വേണ്ടതല്ല, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന നമ്മുടെ ആലോചനകൾ പോലെയല്ല. അതിനപ്പുറം വിശാലമായൊരു ലോകമുണ്ട്, അതിനപ്പുറം വിശാലമായ ലോകങ്ങളും രാജ്യങ്ങളും ഉണ്ട്. സൗദിയിൽ പകലാകുമ്പോ രാത്രിയാകുന്ന രാജ്യങ്ങളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ 2 കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുക? അവർക്ക് രാത്രിയായി പോയില്ലേ സൗദിയിൽ അറഫ നോക്കിയാൽ? അതായത് അവരുടെ നാട്ടിലെ ഉദയവും അസ്തമയവും അടിസ്ഥാനപ്പെടുത്തി അവരുടെ നാട്ടിൽ എന്നായിരുന്നു ദുൽഹജ്ജ് 9, അന്ന് നോമ്പെടുത്താൽ ഈ പറഞ്ഞ 2 കൊല്ലത്തെ പ്രതിഫലം കിട്ടും. അതാണ് നമ്മുടെ മുൻഗാമികൾ എത്ര ബുദ്ധിമാന്മാരായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനെ അവർ ചിട്ടപ്പെടുത്തി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. സമയക്രമങ്ങൾ എല്ലാ സ്ഥലത്തും മാറ്റങ്ങളുണ്ട്. ഈ ഉദയാസ്തമയങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലായിടത്തും ഒരുപോലെയാണ് വേണ്ടതെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് ചോദിക്കാമായിരുന്നു, അവിടെ അറഫയിൽ പകൽ ആളുകൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രാത്രിയല്ലേ, രാത്രി എങ്ങനെയാണ് ഉസ്താദെ നോമ്പെടുക്കുക? വിമർശിക്കാൻ ഒരു പഴുതുപോലും ഇല്ലാത്തവണ്ണം ഇസ്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. ഓരോ നാടുകളിലും ദുൽഹജ്ജ് എന്നാണോ ആരംഭിച്ചത് അതിന്റെ ക്രമത്തിലാണ് നോമ്പ്, അതിന്റെ ക്രമത്തിലാണ് പെരുന്നാള്, അതിന്റെ ക്രമത്തിലാണ് അവിടുത്തെ ആരാധനകളൊക്കെയും ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി ലോകത്തുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, യുദ്ധങ്ങളൊക്കെ വരുമ്പോ പല സ്ഥലങ്ങളിലും, നമ്മുടെ നാട്ടിൽ കാലവർഷം മഴ തന്നെ അധികരിച്ചു വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോണുകൾക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലമാണ് വരുന്നതെങ്കിലോ ഒരു സ്ഥലത്ത് നടക്കുന്ന വാർത്തകൾ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടെ ഇസ്ലാമുണ്ട്. ഇവിടെ റേഡിയോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, TV വരുന്നതിന് മുമ്പ്, മൊബൈൽ വരുന്നതിന് മുമ്പൊക്കെ ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിന് കൃത്യമായ നിയമവും നിലപാടും ഉണ്ട്. അറഫ എന്നാന്നറിയില്ല, അവിടെ എന്ന് നടന്നു എന്നറിയില്ല, അവിടുത്തെ ഏത് ദിവസമാണ് ആളുകൾ ഒന്നിച്ചു കൂടിയത് എന്നറിയാൻ ഒരു വഴിയുമില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും ബുദ്ധിപരമായി ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ഇനി ഒരു പക്ഷേ ഹജ്ജ് കർമ്മം തന്നെ നടക്കുന്നില്ല എന്ന് വിചാരിക്കൂ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടതല്ലേ, ഹജ്ജ് കർമ്മത്തിന് ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വന്നു, ആളുകളെ കുറച്ചു. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോ 42,000 ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു. ഒരു പക്ഷേ ഹജ്ജ് തന്നെ നടക്കുന്നില്ലെങ്കിൽ പോലും അതാത് നാടുകളിലുള്ള ആളുകൾക്ക്, അവിടെ അറഫ സംഗമം നടന്നിട്ടില്ല അതുകൊണ്ട് നോമ്പെടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദുൽഹജ്ജ് 9 എന്നാണോ അന്ന് നോമ്പെടുക്കണം, 2 കൊല്ലത്തെ പ്രതിഫലവും കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ബുദ്ധിപരമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ബുദ്ധിപരമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. അപ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാകുന്നത്. ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച്, ഉദയാസ്തമയങ്ങളുടെ ക്രമങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവിടെയുള്ള അമലുകളും വ്യത്യാസപ്പെടും. അവിടെയുള്ള ആളുകളുടെ നിസ്കാരം, നോമ്പ്, അവരുമായി ബന്ധപ്പെട്ട അനുബന്ധമായ കർമ്മങ്ങൾ, ഇതൊക്കെയും വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം. അള്ളാഹു അറിയാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫയുടെ ദിവസം മുസ്ലിമീങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് യഹൂദിയായൊരു മനുഷ്യൻ വന്നു പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ കിതാബിലുള്ള ഒരായത്തിന് സമാനമായൊരായത്ത് ഞങ്ങളുടെ തൗറാത്തിലുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ വേദങ്ങളിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാളാക്കുമായിരുന്നു ഉമറേ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വേദങ്ങളിൽ ഇല്ലാത്ത ആയത്തേതാണ്? ജൂതന്മാരുടെ വേദത്തിലില്ലാത്ത ആയത്ത്, നസാറാക്കളുടെ വേദത്തിലില്ലാത്ത ആയത്ത്, കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ വേദങ്ങളിലും ഏടുകളിലും ഇല്ലാത്ത ആയത്തേതാണ്? ആ ആയത്ത് എന്തുകൊണ്ടാണ് ആഘോഷിക്കുമെന്ന് പറയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഉമറേ, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ പൂർത്തീകരിച്ചു തന്നു എന്നൊരായത്ത് ഞങ്ങളുടെ ഒന്നും വേദത്തിലില്ല.
ആ ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണല്ലോ ഉമറേ. അങ്ങനൊരായത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസമാണ് അറഫ. ഹബീബായ നബി തങ്ങൾ അറഫയിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധമായ ഈ ദീന് പൂർത്തിയായതായി അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ പെരുന്നാളിന്റെ ദിവസമാണ്, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമാണ്, ഞങ്ങളുടെ ആനന്ദത്തിന്റെ ദിവസമാണ്. ഞങ്ങളുടെ ആനന്ദത്തിന്റെ ദിവസമാണല്ലോ അന്നും പിറ്റേന്നുമൊക്കെ അള്ളാഹു ദീനിനെ പൂർത്തീകരിച്ചു തന്ന ദിവസമാണ് അറഫയുടെ ദിവസം. അള്ളാഹു നമ്മുടെ ഈമാൻ കാമിലാക്കി തരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖല്ലാഹു അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫയുടെ ദിവസത്തെക്കാൾ അല്ലാഹു തആല നരകമോചനം നൽകുന്ന ഒരു ദിവസമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയുടെ ദിവസത്തെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അബ്ദിനെ, അല്ലാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ലെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്ന് നരകമോചനത്തിന്റെ ദിവസമാണ്. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. അല്ലാഹു ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മയും മാതാപിതാക്കളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഏറ്റവും ഖൈറായ പ്രാർത്ഥനയുടെ ദിവസം, ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം, പരിശുദ്ധമായ ദീനിനെ നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പൂർത്തീകരിച്ചു നൽകിയ ദിവസം. ഈ കൊല്ലത്തെ ഹജ്ജിലേക്ക് നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകും എന്നതിന് എത്ര മനോഹരമായ ഉദാഹരണമാണ് ഈ ഹജ്ജിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞത്. ലിബിയക്കാരനായ ഒരു മനുഷ്യന്റെ ചരിത്രം നിങ്ങളൊക്കെയും വായിച്ചിട്ടുണ്ടാകും. ഇക്കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി ലിബിയയിൽ നിന്ന് വന്ന ആമിർ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന മനുഷ്യൻ ലിബിയയിലെ എയർപോർട്ടിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. ലിബിയയിലെ എയർപോർട്ടിലേക്ക് ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നെയിമിൽ ലിബിയയുടെ പഴയ ഭരണാധികാരിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഗദ്ദാഫി എന്നുള്ള പേര് കണ്ടപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് വന്നൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. ആ മനുഷ്യൻ, ആമിർ മൻസൂർ ഗദ്ദാഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ വിമാനത്താവളത്തിലിരുന്നു. അദ്ദേഹമില്ലാതെ വിമാനം പുറപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് യന്ത്രത്തകരാറുകൾ കാരണം, സാങ്കേതിക തകരാറുകൾ കാരണം വിമാനം വീണ്ടും അത് എയർപോർട്ടിലേക്ക് തിരിച്ചിറങ്ങി. അപ്പോഴും അദ്ദേഹം ചോദിച്ചു, എനിക്ക് പോകാൻ നിങ്ങൾ അവസരം തരുമോ? ഞാൻ ഹജ്ജ് കൊതിച്ച് ഇഹ്റാമിൽ വന്ന മനുഷ്യനല്ലേ? അവര് പറഞ്ഞു, പറ്റില്ല. രണ്ടാമതും അദ്ദേഹമില്ലാതെ വിമാനം ഹജ്ജിന് പോകുന്ന ഹാജിമാരെയും കൊണ്ട് ജിദ്ദയിലേക്ക് യാത്ര ചെയ്തു. വീണ്ടും സാങ്കേതിക തകരാറുകൾ മൂലം അതേ വിമാനത്താവളത്തിലിറക്കി. രണ്ടാമതും ഇറങ്ങിക്കഴിഞ്ഞപ്പോ പൈലറ്റ് പറഞ്ഞു, ഈ വിമാനത്തിൽ യാത്ര ഉദ്ദേശിച്ചു വന്നൊരു ഹാജി അവിടെ ബാക്കിയുണ്ട്, അദ്ദേഹത്തെ കൂടി കയറ്റിയിട്ട് നമുക്ക് പോകാം. ആ മനുഷ്യനെയും കൂടി കൂട്ടിക്കൊണ്ടാണ് വിമാനം ജിദ്ദയിൽ ഇറങ്ങിയത്. അന്ന് അദ്ദേഹത്തെ കാണാൻ ലോക മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യാണ്. ഒരു മനുഷ്യനെ കൊണ്ടുപോകാതെ വിമാനം ഉയരുന്നു, സാങ്കേതിക തകരാറു കാരണം തിരിച്ചിറങ്ങി. വീണ്ടും പോയി, വീണ്ടും സാങ്കേതിക തകരാറു കാരണം തിരിച്ചിറങ്ങി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പണ്ട് നമ്മൾ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ചില ആളുകളെ കൊണ്ടുപോകാത്ത വാഹനം അത് നിന്നുപോയി, അത് യാത്ര പുറപ്പെട്ടിട്ട് ലക്ഷ്യത്തിലെത്തിയില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ, അത്തരം ചരിത്രങ്ങളൊക്കെ ഈ കാലത്ത് കേൾക്കുമ്പോൾ പലരും പറയാം, അതൊക്കെ കെട്ടുകഥയാണ്, അതൊക്കെ ആരോ വെറുതെ പറഞ്ഞതാണ്. ഇന്നിതാ ലോക മാധ്യമങ്ങൾ മുഴുവനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടോ നടക്കും, ഉറപ്പല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവത്തെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ പലരെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, അതൊക്കെ നടന്നിട്ടുണ്ടാവുമോ? ഒരാളെ കയറ്റാതെ പോയ ബസ്, ഒരാളെ കയറ്റാതെ പോയ വാഹനം അത് നിന്നുപോയിട്ടുണ്ടാവോ? ഇതൊക്കെ അവരുണ്ടാക്കിയെടുത്ത ഇമാജിനേഷനാണ്, ഇമാജിനറി ആണ് എന്നൊക്കെ തോന്നിയ ആളുകൾക്കുള്ള വലിയൊരു മറുപടിയാണ്.
ലോകമാധ്യമങ്ങൾ മുഴുവനും ആ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് സ്വാലിഹീങ്ങളായ മുൻഗാമികളുടെ ജീവിതത്തിൽ നടന്ന അത്തരം സംഭവങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ആയിരുന്നല്ലോ കഴിഞ്ഞ ഹജ്ജിന് മുമ്പ് ഇബ്രാഹിം റിച്ച്മോണ്ട് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കക്കാരനായ പ്രീസ്റ്റ്, സൗത്ത് ആഫ്രിക്കയിലെ പാതിരിയായ മനുഷ്യൻ ഹജ്ജിന് 3 മാസം മുമ്പേ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ക്രൈസ്തവ പാതിരിയായിരുന്ന, ജീവിച്ചിരിപ്പുണ്ട് ഇയാൾ, അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലേക്ക് വന്ന അത്ഭുതകരമായ ചരിത്രം. ഇതൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ എത്തിക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യം കൊണ്ടും അയാളെ തടയാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തെ 2 തവണ ഉപേക്ഷിച്ചു പോയിട്ടും അവസാനം അദ്ദേഹം ഇന്ന് തൽബിയത്തും ചൊല്ലി അറഫയുടെ മണ്ണിലുണ്ട്, കഅബയുടെ മണ്ണിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന രക്ഷിതാവ് ഒരു തീരുമാനം തീരുമാനിച്ചാൽ അതിനെ തടയാൻ കഴിയില്ല. അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അല്ലാഹു ഈമാനിൽ ഉറച്ചു നിൽക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ.